ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അത് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം കേട്ടോ. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഇടിയപ്പമാണ്, നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ കടയിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ. കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് നല്ലപോലെ കഴുകി കൊണ്ടുവന്നതാണ്. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ. ഇതാ എല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ വെള്ളത്തിലേക്ക്. വീണ്ടും നല്ലപോലെ 2-3 പ്രാവശ്യം നല്ലപോലെ ഇങ്ങനെ കഴുകി കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളതൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ സ്റ്റീമറിൽ വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു ഇല വെച്ചിട്ട് ആ ഇലയിലാണ് ഞാൻ വെച്ചത്. ഇലയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്താ അതിൻ്റെ മുകളിലും ഒരു ഇല വെച്ച് അതിൻ്റെ അടച്ച് വെച്ചു. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമ്മളത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. എന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് അടപ്പ് തുറന്ന് നോക്കി അതിൻ്റെ ഇലയൊക്കെ മാറ്റി കേട്ടോ. ഇതാ കണ്ടോ, ഇലയൊക്കെ മാറ്റി നല്ലപോലെ ആവി വന്നു. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മഞ്ഞ കളറ് വന്നതാ. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലപോലെ വെന്ത് കിട്ടി. ഇതാ നന്നായിട്ട് വെന്തു. ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് തൊലി കളഞ്ഞ് തിന്നാം കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ. നല്ലപോലെ വെന്ത് കിട്ടി. അതിനുശേഷം ഞാൻ ചൂടാറിയപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം കേട്ടോ. നല്ലപോലെ ചൂടാറി. അപ്പോൾ അതിനുശേഷം ഞാനതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാണ്ട് നമുക്ക് ഉടച്ചെടുക്കണം. ഇടിയപ്പത്തിലിട്ട് നമുക്കത് എടുക്കേണ്ടതല്ലേ, അപ്പോൾ അതിൻ്റെ അച്ചിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമുക്ക് കട്ടയില്ലാണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. കുറച്ച് കൈ കൊണ്ടൊക്കെ ഞാനത് ഉടച്ചെടുത്തു. അതിനുശേഷം ഒരു മാഷർ വെച്ച് മാഷർ കൊണ്ട് നല്ലപോലെ മാഷ് ചെയ്തെടുത്തു കേട്ടോ. അത് നല്ലപോലെ മാഷർ വെച്ച് മാഷ് ചെയ്യുകയാണ്. ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതല്ലേ. ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്കും വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ്. വിറ്റാമിൻ എ ഉണ്ട്, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഒക്കെ വളരെ നല്ലതല്ലേ. വിറ്റാമിൻ സി, ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ. ഇതാ നല്ലപോലെ ഞാൻ വീണ്ടും അത് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കണം. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, ഒട്ടും കട്ടയുണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ അത് പിഴിയുമ്പോൾ കിട്ടില്ല കട്ടയുണ്ടെങ്കിൽ. ഇതാ നല്ലപോലെ കുഴച്ചിങ്ങനെ എടുത്തു. നല്ലപോലെ കുഴച്ചിങ്ങനെ വെട്ടിയെടുത്തു. നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തു. അതിനുശേഷം ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് അരിപ്പൊടി പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് അരിപ്പൊടിയും കൂടിയും ഇട്ട് കൊടുത്തു. ഇതാ വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു. അരിപ്പൊടിയും പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചതും എല്ലാം നല്ലപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ചെറിയ ചൂടുവെള്ളത്തിൽ നല്ലപോലെ ഇതുപോലെ കട്ടയില്ലാണ്ട് വീണ്ടും നല്ലപോലെ ശ്രദ്ധിച്ച് കട്ടയില്ലാണ്ട് എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് നല്ലപോലെ നമുക്കത് കുഴച്ചെടുക്കണം. നല്ലപോലെ അതിങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ വാഴയുടെ ഇല 5-6 ഇല കീറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാഴയിലയിൽ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വാഴയിലയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ട. ആ അച്ചൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്നു. ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ച് ഞാനത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ അച്ച് ഞാനൊന്ന് ഫിക്സ് ചെയ്തു. അത് നല്ലപോലെ ടൈറ്റാക്കി. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ആ ഇടിയപ്പം നമ്മൾ പിഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ വീഴാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ നമ്മളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവ് ദാ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ആ മാവ് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ആ ആ പാത്രം നിറച്ചിങ്ങനെ വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് നല്ലപോലെ വീണ്ടും നല്ലപോലെ അടച്ച് അത് നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്യാം. നല്ലപോലെ അടച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം എല്ലാം ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അതിലേക്ക് നമ്മളിങ്ങനെ പിഴിഞ്ഞൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മാവ് ഇങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചിക്കൂടെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല നൂലുമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. ശരിക്കും വീണ് കിട്ടി. അതിൽ നിറച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തു കേട്ടോ. രണ്ടാമത് വേറെ ഒരു ഇലയേക്കും കൂടി നമ്മളിങ്ങനെ അരിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ അരിപ്പൊടി കൊണ്ടുണ്ടാക്കാറുണ്ടല്ലോ, അതിലേലും കുറച്ചും കൂടി നല്ല സോഫ്റ്റാണ്. നാവിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും. നല്ല ടേസ്റ്റി ഇടിയപ്പം തന്നെയായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറി വേണമെങ്കിൽ കറി ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ എല്ലാം കഴിക്കാം കേട്ടോ. ഇതിന് പൊട്ടറ്റോ കറിയോ കടലക്കറിയോ എന്ത് കറിയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ സാധാരണ ഉണ്ടാക്കി കഴിക്കണ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കണ മാതിരി തന്നെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടിയും വെച്ച് കൊടുത്തു. രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇങ്ങനെ തേങ്ങയിട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാനത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അത് ആവി കയറ്റി എടുക്കുന്നത്. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഞാനത് വേവിച്ചെടുത്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.